ഹായ് മക്കളെ, വെൽക്കം ടു എക്സാമിനർ പാർട്ട് 5ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിപാടി ആവൃത്തി എന്നുള്ളതാണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഫ്രീക്വൻസി. എന്താണ് ആവൃത്തി, എന്താണ് ഫ്രീക്വൻസി എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കണം. എന്താണ് ഫ്രീക്വൻസി എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദ്വാലനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി എന്ന് പറയുന്ന പ്രശ്നമുണ്ടോ? എപ്പോഴും ആവൃത്തി ഫ്രീക്വൻസി എഴുതാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ സിമ്പിൾ എടുക്കും. ആ സിമ്പിളിനെ നമ്മൾ എഫ് എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? എഫ് എന്നുള്ള ലെറ്റർ കൊണ്ടാണ്, എഫ് എന്നുള്ള അക്ഷരം കൊണ്ടാണ് ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി സൂചിപ്പിക്കുക. അതിന്റെ യൂണിറ്റ് ആണ് നമ്മൾ പുതിയതായിട്ട് കേൾക്കുന്നതാണ്. എന്താടാ? ഹെഡ്സ്. എന്താ യൂണിറ്റ്? ഹെഡ്സ്. ഓർത്തു വെക്കുന്നതാ ഹെഡ്സ്. പ്രശ്നമുണ്ടോ? ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? നോക്കുക ഇല്ല എങ്കിൽ അതിന്റെ ഇക്വേഷനോട് പഠിച്ചാൽ നമുക്ക് ഈ പോർഷൻ കഴിഞ്ഞു മക്കളെ. ഈ പോർഷൻ അതായത് ആവൃത്തി ഫ്രീക്വൻസി എന്നുള്ള പരിപാടി കഴിഞ്ഞു. എന്താണ് നമുക്ക് ആവൃത്തിയുടെ ഇക്വേഷൻ? നമ്മൾ ഓൾറെഡി പഠിച്ചു. ടൈം പീരീഡിന്റെ ഇക്വേഷൻ തരുന്നു. ടി വലിയ ടി ഈക്വൽ ടു കുഞ്ഞു ടി ബൈ എൻ. ഇതിന് നേരെ തിരിച്ചിട്ടാൽ നമ്മുടെ ഇക്വേഷൻ കിട്ടും. അതായത് നമ്മുടെ ഇക്വേഷൻ എത്രയാണ് മക്കളെ? എല്ലാവരും ശ്രദ്ധിച്ചോ. നമ്മുടെ ഇക്വേഷൻ എന്താ അറിയോ? എഫ് ഈക്വൽ ടു n by t. എന്താ ഇക്വേഷൻ? f is equal to n by t. മക്കളെ n by t എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. പ്രശ്നമുണ്ടോ? പ്രയാസമുണ്ടോ? ഇല്ല. നോക്കടാ, എന്താ സാറേ n? നിങ്ങൾക്ക് എല്ലാവർക്കും സംശയമില്ലേ? സാറ് ക്ലിയർ ചെയ്ത് തരാം. നോക്കടാ, n എന്താ അറിയോ? n എന്താ അറിയോ? n എന്ന് പറഞ്ഞാല് നമ്പർ ഓഫ് ഓസിലേഷൻ, ദ്വാലനങ്ങളുടെ എണ്ണം. t എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടൈം. ഓക്കെ, ആകെ സമയം. ടോട്ടൽ ടൈം, ആകെ സമയം. ക്ലിയർ ആണെങ്കിൽ ഈ ഇക്വേഷൻ ഒന്ന് കമന്റ് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ ലൈക്ക് ഒക്കെ അടിച്ചിട്ട് സെറ്റ് ആയിട്ട് പൊളിയായിട്ട് അടുത്ത പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ.